ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ എന്നല്ല എല്ലാ ഔലിയാക്കളുടെയും ഏറ്റവും വലിയ പ്രത്യേകത, അവർ ലോകത്ത് ദീന് പ്രചരിപ്പിച്ചവരാണ്. 1,23,687 പ്രവാചകന്മാർ, അവരൊക്കെ കേവലം അംബിയാ മാത്രമാണ്. മുർസലീങ്ങളായിട്ട് 313 പേരാണ്. നബിയും മുർസലും തമ്മിലുള്ള വ്യത്യാസം, പ്രബോധനം കൊണ്ട് കൽപ്പിക്കപ്പെട്ടവർക്ക് നബിയെ മുർസലെന്നും, പ്രബോധനം കൊണ്ട് കൽപ്പിക്കപ്പെടാതെ വഹി ലഭിക്കപ്പെട്ട ആളുകൾക്ക് നബി എന്നും പറയുമ്പോൾ, പ്രബോധനം എന്ന് പറയുന്നത് ആളുകളിലേക്ക് പ്രസംഗിക്കുക, ആളുകളോട് വഴന്നു പറയുക, ആളുകൾക്ക് സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെ പ്രബോധനം കൊണ്ട് കൽപ്പിക്കപ്പെട്ടവർ 313 പേരും ഈ 1,23,687 ആളുകളും അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം വഹി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരോട് പ്രബോധനം കൊണ്ട് കൽപ്പനയില്ല, തബ്ലീഗ് കൊണ്ട് കൽപ്പനയില്ല. ഇങ്ങനെയാണ് നബിയും മുർസലും തമ്മിൽ വ്യത്യാസപ്പെടുത്തിയ രണ്ടഭിപ്രായത്തിലൊന്ന്. എങ്കിൽ ഈ 1,23,687 ആളുകളെ അള്ളാഹു പിന്നെ എന്തിനാ അയച്ചതാണ്? അവർ പ്രസംഗിച്ചിട്ടുണ്ടോ? പ്രസംഗിച്ചിട്ടില്ല. ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടോ? ലേഖനങ്ങൾ എഴുതിയിട്ടില്ല. അവരാളുകളോട് വല്ല വഴന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? വഴന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് അള്ളാഹു അവരയച്ചത്? അവർ ലോകത്ത് ജീവിച്ച് കാണിച്ചു കൊടുത്തവരാണ്. ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ ഒരാൾ ജീവിച്ച് കാണിച്ചു കൊടുത്താൽ അത് മതി 1000 ആളുകൾ ഒരാളോട് വഴന്നു പറയുന്നതിനേക്കാൾ. ഇങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീൻ ലോകത്ത് പഠിപ്പിച്ചത്. ഈ 1,23,687 ആളുകളും ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ആസ്തിക്യം, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അള്ളാഹുവിൻ്റെ അസ്തിത്വം ഈ ലോകത്ത് ഈ രൂപത്തിൽ പഠിപ്പിച്ചവരും അവർ കാണിച്ചു കൊടുത്തവരും ആണ്. ആ കാണിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അസ്തിത്വം ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ആളുകൾക്കാണ് ഈ ഉമ്മത്തിൽ ഔലിയാക്കൾ എന്ന് പറയുന്നത്. അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ, അംബിയാക്കളുടെ അനന്തര ദൗത്യം ആരാണ് ഇവിടെ ചെയ്യുന്നത്? അവരാണ് പണ്ഡിതന്മാർ. അംബിയാക്കൾ ചെയ്തത് ആരാണോ ചെയ്യുന്നത്, അംബിയാക്കൾ പ്രവർത്തിച്ചത് ആരാണോ പ്രവർത്തിക്കുന്നത്, അംബിയാക്കളുടെ രീതി ആരാണോ സ്വീകരിച്ചത്, അവരാണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ.